ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 3 മോണ്ടി തേഴ്സ്ഡേ, പെസഹ വ്യാഴം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ പെസഹയുടെ അന്ന് ട്രഡീഷണലി തയ്യാറാക്കുന്ന പുളിപ്പില്ലാത്ത അപ്പവും പാലും കലത്തപ്പവും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹോട്ട് ക്രോസ് ബണ്ണിൻ്റെയും റെസിപ്പീസാണ്. ഈ 3 ബ്രെഡിൻ്റെയും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പീസ് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ അടുത്ത വർഷം തൊട്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി. 3ൻ്റെയും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം തന്നെ 3 ബ്രെഡും പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എല്ലാം പകുതി ക്വാണ്ടിറ്റിക്കാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ മെഷർമെൻറ്റ്സ് പറയുന്നത് ഒരു ഫുൾ ക്വാണ്ടിറ്റിക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പം ആ മെഷർമെൻറ്റ്സ് നോക്കി ചെയ്താൽ മതിയേ. കലത്തപ്പം തയ്യാറാക്കാൻ 1/4 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 1 കപ്പ് ഇഡ്ഡലി റൈസും എടുക്കാം. ഇഡ്ഡലി റൈസ് തന്നെ വേണമെന്നില്ല, നമ്മൾ അപ്പത്തിന് അരയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധാ പച്ചരി ആണെങ്കിലും മതി. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് കഴുകിയിടുകണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനാക്കി വെക്കണം. ഇപ്പോൾ സാധാ പച്ചരിയാണ് എടുക്കണമെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനാക്കി വെക്കണം. മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇത് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ 1/4 കപ്പ് തേങ്ങയും ഒരു വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം ചേർക്കാം. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആവണ്ട, ഒരു ചെറിയൊരു തരിതരിപ്പോട് കൂടി എന്നാൽ അത്യാവശ്യം പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ചേർക്കുമ്പം കുറച്ച് ഒഴിച്ചു കൊടുത്ത് വേണം ചേർക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോവാനും പാടില്ല. ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഏകദേശം 26 ചുവന്നുള്ളിയോളം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതേ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് പെട്ടെന്നായി കിട്ടും. ഈ ബാറ്ററിലോട്ട് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ, ചുവന്നുള്ളിയും കറിവേപ്പിലയുമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കലത്തപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു കാസ്റ്റ് അയൺ പാനാണ് യൂസ് ചെയ്യുന്നത് ഇത് റെഡിയാക്കി എടുക്കാൻ. പിന്നെ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി വേണേ. എങ്ങാനും നിങ്ങൾ 30 മിനിറ്റ് കഴിഞ്ഞ് വെക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുതൽ തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേ കൺസിസ്റ്റൻസിയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചൂടായ തവയിലോട്ട് ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യേണ്ടത്, അപ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്വാദ് കിട്ടാം. ഇതേപോലെ നമ്മളൊന്ന് പരത്തി കൊടുക്കാം. നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കാം. നല്ല മൊരിഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. നല്ല മൊരിഞ്ഞ ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇൻട്രിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലൊഴിച്ച് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനാക്കി മാറ്റി വെക്കണം. മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടും അതിൻ്റെ കൂടെ ചുവന്നുള്ളി ഒരു 7 എണ്ണം, വെളുത്തുള്ളി വലുതാണെങ്കിൽ 3 എണ്ണം, ചെറുതാണെങ്കിൽ 5 എണ്ണം വരെ ചേർക്കാം. പിന്നെ ക്യൂമിൻ സീഡ്സ്, ജീരകം 1/4 ടീസ്പൂൺ ചേർക്കാം. ഉപ്പും ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഇത് അരച്ചെടുക്കാൻ ഇളം ചൂടുവെള്ളം ഏകദേശം 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ആവാം. അത് ഒഴിച്ചു കൊടുത്ത് കൺസിസ്റ്റൻസി നോക്കി വേണം എടുക്കാനായിട്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് അരയ്ക്കണം. ഒരുപാട് പേസ്റ്റ് ആവണ്ട, ചെറിയ തരിതരിപ്പോടു കൂടി തന്നെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നുണ്ടല്ലോ, അത് നമുക്ക് നല്ല പേസ്റ്റ് പരുവം അരച്ചെടുക്കണം. തരിതരിപ്പൊന്നും ഇല്ലാണ്ട്
കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കൂടണ്ടേ. അത് ഒഴിച്ചെടുത്ത് നന്നായിട്ട് പേസ്റ്റ് വരുമ്പം അരച്ചെടുക്കണം. അരച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും ഉഴുന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയില്ലേ, അതാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. 1 കപ്പാണ് ചേർക്കുന്നത്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഒഴിക്കരുത്, കാരണം ഇത് ഏകദേശം നമുക്കൊരു കുറുക്ക് പരുവം, നമ്മുടെ ദോശ ബാറ്ററിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കിട്ടാനായിട്ട്. അതിനുള്ളൊരു ഇത്തിരി കൂടെ കട്ടി കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് അഴഞ്ഞു പോകാനും പാടില്ല. 1 മണിക്കൂർ മസ്റ്റായിട്ടും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇത് പുളിപ്പില്ലാത്ത അപ്പം ആയതുകൊണ്ട് തന്നെ ഇത് പുളിക്കാൻ ഇടവരുത്തരുത്. അപ്പം മാക്സിമം 1 മണിക്കൂർ വേണം റെസ്റ്റ് ചെയ്യാനാക്കി വെക്കാനായിട്ട്. ഒരു റൗണ്ട് ടിന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൊണ്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഇത് വിടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ അപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് ഒരുപാട് തിക്നെസ്സോട് കൂടി പുഴുങ്ങണത് അത്രയ്ക്ക് നന്നായിരിക്കില്ല. സോഫ്റ്റ്നെസ് കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കട്ടി കുറച്ച് വേണം നമ്മളിത് പുഴുങ്ങിയെടുക്കാനായിട്ട്. സ്റ്റീമറിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് വേവിക്കുകയാണെങ്കിൽ ആവി വെള്ളം ഇതിൻ്റെ ഉള്ളിലോട്ട് വീഴില്ല. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്നെസ്സിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ അത് വേവിക്കുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇടയ്ക്ക് ചൂട് കൂട്ടുകയും കുറയ്ക്കുകയും അങ്ങനെ ചെയ്യരുത്. ഒരു മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എപ്പോഴും ഇത് വേവിച്ചെടുക്കാനായിട്ട്. 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയായിരിക്കും ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത്. ഇത് റെഡിയായി കഴിയുമ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. പാല് തയ്യാറാക്കാൻ വേണ്ടി ഒരു സോസ് പാനിലോട്ട് 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയും 2 കപ്പ് രണ്ടാം പാല് തേങ്ങയുടെ അതും ചേർത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് ഉരുക്കിയ ശർക്കരയും ചേർത്തിട്ടുണ്ട്. മധുരം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ശർക്കര. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം നമുക്ക് ഈ പൊടി ചേർത്തത് കുറവായിട്ടൊക്കെ ഫീൽ ചെയ്യും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് തനത്താനേ കുറുകി വരും. ഒരുപാട് പൊടി ഇടുകയാണെങ്കിൽ ആ പൊടിയുടെ കുത്തിൽ വരും, അപ്പോൾ അത്ര ടേസ്റ്റ് കാണില്ല. മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചും കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മിക്സിംഗ് ബൗളിലോട്ട് 150 ml ചെറിയ ചൂടുള്ള പാലും 2.5 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റും ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ 2 ടീസ്പൂൺ ഈസ്റ്റ് മാത്രം ചേർത്താൽ മതി. ഈ റെസിപ്പിയിലോട്ട് ടോട്ടൽ 50 ഗ്രാം ഷുഗറാണ് വേണ്ടത്. അതിന് ഞാൻ കുറച്ച് ഷുഗർ മാത്രം ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് മൂടി മാറ്റി വയ്ക്കാം. ഹോട്ട് ക്രോസ് ബണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണം ജാതിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 3 ക്ലോവ്സും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൗഡർ പരുവം പൊടിച്ചെടുക്കണം. ഏകദേശം 1/2 ടീസ്പൂണോളം കാണും. അത് നന്നായിട്ട് ഈ ഓറഞ്ച് കഴുകിയതിന് ശേഷം ഇതിൻ്റെ തൊലി, അതായത് ഓറഞ്ച് ജെസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി 50 ഗ്രാം പഞ്ചസാരയെന്ന് കുറച്ച് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ബൗളിലോട്ട് 325 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലവർ ആണ്. ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള 50 ഗ്രാമിൽ ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പട്ട പൊടിച്ചത് 1/2 ടീസ്പൂണും ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്ന സ്പൈസ് പൗഡർ അതും കൂടെ ചേർക്കാം. അതും ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വരും. ഇതിലോട്ട് 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ഓറഞ്ച് ജെസ്റ്റും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ഒരു എഗ്ഗിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 10 മിനിറ്റിന് ശേഷം ഈസ്റ്റ് വളരെ നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചൂട് പാലാണല്ലോ ഇടുന്നത്. അത് ഒരുപാട് ചൂട് കൂടാനും പാടില്ല, തീരെ ചൂട് കുറയാനും പാടില്ല. എന്നാൽ മാത്രമാണ് ഇതുപോലെ നന്നായിട്ട് ആക്ടിവേറ്റ് ആയി കിട്ടുള്ളൂ. നമുക്ക് ആ എഗ്ഗും വാനിലയുടെ മിക്സും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 42.5 ഗ്രാംസ് അൺസോൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. സ്റ്റാൻഡ് മിക്സർ ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയേ. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഡോ ഹുക്ക് വെച്ച് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് എടുക്കാം. ഇതുപോലെ മെഷീൻ വേണമെന്നൊന്നുമില്ല, നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. എനിക്കൊരു ഇച്ചിരിയും കൂടെ മൈദ ചേർക്കേണ്ട വന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരുപാട് സ്റ്റിക്കിനെസ് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുക. ഒരുപാട് കൂടി പോരുത്, ചെറുതായിട്ടൊരു സ്റ്റിക്കി ഡോ തന്നെയായിരിക്കും ഇത്. ഈ ഡോ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി ചെറുതായിട്ട് ബട്ടർ ഇട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കേ. ഇനി നമുക്കിത് റാപ്പ് ചെയ്ത് 1.5 മണിക്കൂറോളം റൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഹോട്ട് ക്രോസ് ബൺസിൽ നമ്മൾ സ്പൈസസ് ചേർക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്ലാക്ക് റീസൺസ്. കുരുവില്ലാത്തതാണ് ചേർക്കേണ്ടത്. അതൊരു 1/4 കപ്പ് ഞാൻ എടുത്ത് നല്ല തിളച്ച വെള്ളത്തിൽ 15 മിനിറ്റോളം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. 15 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് റീസൺസ് ഇല്ലേ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ബേക്കിംഗ് ട്രേയിൽ പാച്ച്മെൻറ്റ് ഷീറ്റിൻ്റെ മുകളിൽ ഇത് 12 ഡോ ബോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് വെക്കാം. ഇതൊരു 45 മിനിറ്റ് റൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം ക്രോസിന് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഇതിപ്പം 90 ഗ്രാം ഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ ലൂസായി പോരുത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലൂസാണ് കേട്ടോ. ഇത്രയും കൂടെ കട്ടിയായിട്ട് വേണം എടുക്കാനായിട്ട്. മിനിറ്റ്സിന് ശേഷം നമ്മുടെ റോൾസ് എല്ലാം നന്നായി റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു എഗ് വാഷ് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു എഗ്ഗ് എടുക്കുക, ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വളരെ ജെൻറ്റിലായിട്ട് വേണം ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഒരുപാട് പ്രസ് ചെയ്യരുത്. ക്രോസ് ഉണ്ടാക്കുന്ന പേസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗിലിട്ട് പൈപ്പ് ചെയ്തെടുക്കാം. 190 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം 175 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 12 മുതൽ 15 മിനിറ്റ് വരെയും ബേക്ക് ചെയ്യും. അവൻ്റെ പുറത്തോട്ട് എടുത്ത ഉടനെ തന്നെ കുറച്ച് മെൽറ്റ് ചെയ്ത ഏപ്രിക്കോട്ട് ജാം എടുത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ലൊരു ഗ്ലേസ് ഉണ്ടാവും. ഈ ഒരു ഹോട്ട് ക്രോസ് ബൺസ് ഭയങ്കര സോഫ്റ്റാണ്. ശരിക്കൊരു പില്ലോ പോലെ തോന്നും, അത്ര സോഫ്റ്റാണ്. ഹോട്ട് ക്രോസ് ബണ്ണിൻ്റെ പേര് പറയണ പോലെ തന്നെ നല്ല ഹോട്ടായിട്ട് ചൂടായിട്ട് കഴിക്കണം, അപ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ 3 റെസിപ്പീസും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്.